നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ എതിർക്കുന്നതിലും പരാജയപ്പെടുത്തുന്നതിലും മക്ക മുശ്രിക്കുകൾ എല്ലാ തരത്തിലും തോൽവി രുചിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പ്രവാചകന് നേരെ പരിഹാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിലവർ ഉപയോഗിച്ചൊരു വാക്കായിരുന്നു അബുത്തർ. പ്രവാചകൻ വാലറ്റവനാണ്. കാരണം പ്രവാചകൻ ആൺകുട്ടികൾ അറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികളെല്ലാം മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ പ്രവാചകൻ ഇനി ഈ പുത്തൻ പ്രസ്ഥാനം ഇനി വളരുകയില്ല, അദ്ദേഹത്തിൻ്റെ ആശയം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സന്തതികളില്ല, തലമുറകളില്ല. അപ്പോൾ ഈ വാലറ്റവൻ്റെ ഈ മരണത്തോടു കൂടി ഇതെല്ലാം തീരും എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ ഒരു സൂക്തം അവതരിപ്പിച്ചിട്ടുണ്ട്, നമ്മൾക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള സൂറത്താണ്. ഇന്ന അത്വൈനാക്കൽ കൗസർ ഫസൊല്ലി റബ്ബിക വൻഹർ ഇന്ന ഷാനിയക്കോ വൽ അബ്തർ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, തീർച്ചയായിട്ടും നിനക്ക് നാം ധാരാളം. കൗസർ എന്നുള്ളത് സ്വർഗത്തിലെ ആ വലിയ അനുഗ്രഹമാണെന്നും അതിൽ എന്താ പറയുക വിശദീകരണങ്ങളുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു നിനക്ക് ഒരുപാട് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഫസൊല്ലി റബ്ബിക വൻഹർ, അതുകൊണ്ട് നീ നിൻ്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക, ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇന്ന ഷാനിയക്കോ വൽ അബ്തർ, നിന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നവരാരോ അവർ തന്നെയാണ് വാലറ്റവർ. സത്യത്തിൽ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ റസൂലിന് ഭാവി ഉണ്ടാകില്ല, ഇനി പ്രവാചകന് ഇനി പ്രശസ്തിയില്ല. പക്ഷേ ചരിത്രത്തിനിപ്പുറത്ത് നിൽക്കുമ്പോൾ 5 നേരവും നമ്മൾ പള്ളിയിൽ നിന്ന് കേൾക്കുന്നു, ദിവസവും ചർച്ച ചെയ്യുന്നു, പുസ്തകങ്ങൾ ഇറങ്ങുന്നു. അങ്ങനെ സ്ഥിരമായ എന്താ പറയുക സ്മൃതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി റസൂൽ ചരിത്രത്തിനിപ്പുറം നിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വാലറ്റ് പോയത് മുശ്രിക്കുകൾക്കാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഖുർആൻ പറയുന്നത് പോലെ ഫസൊല്ലി റബ്ബിക വൻഹർ, തീർച്ചയായും നീ നിൻ്റെ റബ്ബിന് നമസ്കരിക്കുകയും അതുപോലെ തന്നെ റബ്ബിന് വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്യുക. ബലിയാണ് ഇന്നത്തെ ചർച്ച. അപ്പോൾ ദുഹിയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ദുൽഹിജ്ജയുടെ മാസമാണ്, ഹജ്ജിൻ്റെ മാസങ്ങൾ നമ്മുടെ മുമ്പിലൂടെ പോകുന്നു. അപ്പോൾ നമുക്ക് ചർച്ച ആരംഭിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഉളുഹിയത്തിൻ്റെ സന്ദേശം, അതിൻ്റെ ചരിത്രം എന്നിവയെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫസൊല്ലി റബ്ബിക വൻഹർ, നീ നിൻ്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, ബലിയർപ്പിക്കുക. അപ്പം നമസ്കാരത്തോട് ചേർത്തുകൊണ്ടാണ് ബലികർമ്മത്തെ വിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ എത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് എന്നതൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ബലി എന്നത് നമ്മൾ പരിശോധിച്ചാൽ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയല്ല ആദ്യമായിട്ട് ബലി പഠിപ്പിക്കുന്നത്. മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളിൽ ബലികർമ്മം ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കാൻ നമുക്ക് കാണാൻ കഴിയും. അത് പലതരത്തിൽ പല രൂപത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ റോമ അതുപോലെ എല്ലാ സമൂഹങ്ങളിലും പൗരാണികവും അതുപോലെ തന്നെ എല്ലാ സമൂഹങ്ങളിലും നിലനിന്നിരുന്നു എന്ന് ചരിത്രം വായിച്ചാൽ മനസ്സിലാകുന്ന ഒന്നാണ്. പക്ഷേ വ്യത്യസ്ത രൂപങ്ങളിലായിരുന്നു. ചില ആളുകൾ അത് കത്തിച്ച് കളയും, മൃഗത്തിന് ബലി കൊടുത്തത്, അതിൻ്റെ രക്തം അത് തേച്ച് പിടിപ്പിക്കുക, അത് ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുക. അങ്ങനെ പല രൂപത്തിലാണ് നിലനിന്നിരുന്നത്. ഇസ്ലാം അതിൻ്റെ ഒരു മ്ലേച്ഛതകളെ മൊത്തം നീക്കം ചെയ്യുകയും അതിൻ്റെ ശരിയായ രൂപം പഠിപ്പിച്ചു തരികയും ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാം അതിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹം അറബികളെക്കുറിച്ച് പറയുന്നത്, ജാഹിലിയ്യ കാലത്ത് അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ മൃഗത്തെ ബലി അറുത്ത് കഴിഞ്ഞാൽ ആ ബലിയുടെ മാംസവും രക്തമൊക്കെ കഅബയുടെ ഇങ്ങനെ ഇതിൽ പിടിപ്പിക്കും. അവരാ രക്തമൊക്കെ കഅബയുടെ ചുമരുകളിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന രൂപത്തിൽ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഖുർആൻ പരിശോധിച്ചാൽ എവിടെയാണ് നമ്മൾ ഖുർആനിലൊരു ബലി ഏത് കാലം തൊട്ടാണ് തുടങ്ങി, എവിടെയാണ് ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന ബലികൾ ഏതൊക്കെയാണ്? യഥാർത്ഥത്തിൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽക്ക് തന്നെ, അതായത് മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ ബലികർമ്മത്തിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ 2 മക്കൾ അവർ നടത്തിയ ബലികർമ്മം, അവർ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിച്ചത്, അതിൽ അള്ളാഹു ഒരാളുടെ സ്വീകരിക്കുകയും മറ്റാളുടെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സൂക്ഷ്മതയാണ് അതിൻ്റെ അടിസ്ഥാനം എന്നാണ് വിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സത്യത്തിൽ തഖ്വ, അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള സമർപ്പണം, ഇങ്ങനെ കുറേ സന്ദേശങ്ങൾ സത്യത്തിൽ ബലിയുമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉളുഹിയത്ത് ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചരിത്രം മുഴുവൻ ഓടി വരുന്ന ചരിത്രം എന്ന് ചോദിച്ചാൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടേതാണ്. ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിൽ അദ്ദേഹം നേരിട്ട ഒരു വലിയ പരീക്ഷണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഉളുഹിയത്ത്, അതിൻ്റെ അനുസ്മരണമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ ഉളുഹിയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ നടത്തുന്ന സ്വലാത്തുകളിലടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇബ്രാഹീമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നന്മ ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന് സ്വലാത്ത് നൽകണം എന്നാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന് വിളിക്കപ്പെട്ട പ്രവാചകനാണ്. നിരന്തരമായി അദ്ദേഹം ഒരു കുഞ്ഞിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. അത് വിശുദ്ധ ഖുർആൻ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഒരു വൃദ്ധനായ പ്രവാചകൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ടാകുന്നില്ല.
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അള്ളാഹു എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ എന്ന് അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചു. അതിൽ നമ്മൾ നിരാശക്കൊരു ഒരു മരുന്നില്ല. കാരണം നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു. പക്ഷേ സത്യത്തിൽ ആ നിരാശയില്ലാതെ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിനറിയാം ഏത് സമയത്താണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കൃത്യമായ സമയത്ത് അള്ളാഹു അത് നൽകും എന്നുള്ളതാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിരന്തരമായി പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ഫബശർനാഹു ബി ഗുലാമിൻ ഹലീം, അദ്ദേഹത്തിന് ഒരു സഹനശീലനായ ഒരു സന്താനത്തെ സന്തോഷവാർത്ത അറിയിക്കുന്നു. ആ സന്തോഷവാർത്ത ലഭിക്കുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുന്നത് എല്ലാം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിരാശ എന്നത് ഒരിക്കലും വിശ്വാസികളുടെ സ്വഭാവമല്ല. വിശുദ്ധ ഖുർആൻ തന്നെ നിരാശപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, അവർ വഴിപിഴച്ചവരാണ് എന്നാണ്. രണ്ടാമത്തത്, അത് കാഫിറുകളുടെ സത്യനിഷേധികളുടെ സ്വഭാവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു സന്താനത്തെ ലഭിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷമാണ് ലഭിക്കുന്നത്. നമ്മളുമായി ഒന്ന് ബന്ധപ്പെടുത്തി ആലോചിച്ച് നോക്കണം. ഒരു വൃദ്ധനാണ്, അദ്ദേഹം കാലങ്ങളായി ആഗ്രഹിച്ച് ലഭിച്ച കുഞ്ഞാണ്, ഒരു പ്രവാചകനാണ്, അള്ളാഹുവുമായി അത്ര ബന്ധമുള്ള പ്രവാചകനാണ്. അദ്ദേഹത്തിന് ഈ കാലങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിന് ലഭിക്കുന്നു. ആ കുഞ്ഞ് വളർന്ന് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രായം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിനോട് എന്ത് ചെയ്യാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നു സ്വപ്നത്തിലൂടെ. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നം വഹിയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയാണ്, അദ്ദേഹത്തിൻ്റെ മകനെ അള്ളാഹുവിന് ബലിയർപ്പിക്കാനാണ് നിർദ്ദേശം നൽകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വൈകാരികമാണ് ആ സന്ദർഭം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ മകനോട്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോട്, ഇബ്രാഹിം നബിയുടെ ചരിത്രം മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ മുഴുവൻ ത്യാഗത്തിൻ്റെ ചരിത്രം കൂടിയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ മകനോട് ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു എന്നോട് ഇത് കൽപ്പിച്ചിരിക്കുന്നു, ഇനി അറാഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ, അള്ളാഹു എന്നോട് ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് മകനോട് ചോദിക്കാം. അപ്പോൾ ആ മകൻ നൽകുന്ന മറുപടി അതും അത്ര വൈകാരികമാണ്. ആ മകൻ നൽകുന്ന മറുപടി, യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, താങ്കൾ അള്ളാഹു കൽപ്പിച്ചത് താങ്കൾ ചെയ്തുകൊള്ളുക, ഞാൻ ക്ഷമാലുവായിരിക്കും, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നിട്ട് അവർ 2 പേരും ബലികർമ്മത്തിനായി തയ്യാറാകുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെ ചെരിച്ച് കിടത്തുന്നത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അതിൽ നിന്ന് പിന്തിരിയാൻ തോന്നാതിരിക്കാൻ വേണ്ടി കണ്ണ് പൊത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ കണ്ണ് കെട്ടാൻ വേണ്ടി മകൻ ആവശ്യപ്പെടുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കത്തി വെക്കുമ്പോഴേക്കും അള്ളാഹുവിൻ്റെ വിളി ഉണ്ടാകുന്നു, ഫനാദൈനഹു യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഇയ, താങ്കൾ ഈ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു, താങ്കൾ അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനൊരു ആട്ടിൻകുട്ടിയെ ബലി അർപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചരിത്രമാണ്. അപ്പോൾ അവിടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ എന്തും അള്ളാഹുവിന് സമർപ്പിക്കാൻ ഉള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടാവണം എന്നുള്ളതാണ് ബലി. യഥാർത്ഥ സത്യത്തിൽ ഉലഹ്യത്തിൻ്റെ സന്ദേശം അതാണ്. നമുക്ക് പ്രിയപ്പെട്ട മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ആ സബ്മിഷൻ, അതിൻ്റെ ഒരു പീക്കാണ് സത്യത്തിൽ നമ്മൾ ഇബ്രാഹിം നബിയുടെ ഈ പരീക്ഷണത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകും. മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ നമ്മളും നമ്മുടെ സമ്പത്ത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമാണെങ്കിലോ ആ മൃഗത്തെ വാങ്ങുന്നു, അതിന് തീറ്റ കൊടുക്കുന്നു, നമുക്കൊരു ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് അതിനോട് വരുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് പ്രിയപ്പെട്ടത്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി നമ്മുടെ സമ്പത്ത് അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നൽകാൻ നമ്മൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സബ്മിഷൻ്റെ മെസ്സേജാണ് സത്യത്തിൽ ഈ ഉലഹ്യത്തിനുള്ളത്. നമ്മുടെ കൈവശമുള്ളതൊന്നും നമ്മുടെ അല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ജനിച്ചത് നമ്മുടെ അനുഭവത്തോടു കൂടിയല്ല. നമുക്ക് ലഭിച്ച ജീവൻ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, സമ്പത്ത്, മക്കൾ, എന്തും അള്ളാഹുവിൻ്റേതാണ്. അത് അള്ളാഹുവിന് സമർപ്പിക്കാനുള്ളൊരു സന്നദ്ധത വിശ്വാസികൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിമാകുക, അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആ ദൗത്യം, അള്ളാഹുവിന് സമർപ്പിക്കുന്നതിൽ. പലപ്പോഴും ഒരു ചെറിയ ശീലം പോലും അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതല്ല ഒരു മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടതെന്തും അള്ളാഹുവിന് നൽകുക. അപ്പോൾ എന്തായിരുന്നാലും ബലി എന്നുള്ളത് ഇസ്ലാമിൽ പല രൂപത്തിൽ വരാറുണ്ട്. ഉലഹ്യത്താണ് നമ്മുടെ ഡിസ്കഷനിൽ വന്നത്. അതിപ്പോൾ 4 തരത്തിലാണ് പ്രധാനമായിട്ടും. ഒന്ന് അക്കീക്ക, അതുപോലെ തന്നെ പ്രായശ്ചിത്തമായിട്ട്, നേർച്ചയായിട്ട്, അതുപോലെ തന്നെ ഉലഹ്യത്ത്. ഈ 4 രൂപത്തിലാണുള്ളത്. അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ അതിന് സന്തോഷമായിട്ട്, ആൺകുട്ടിയാകുമ്പോൾ പെൺകുട്ടി, അതിൻ്റെ നിയമങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കർമ്മശാസ്ത്രമൊക്കെ നമ്മൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ 4 രൂപത്തിലും ബലി എന്ത് ചെയ്യാറുണ്ട്, കടന്നു വരാറുണ്ട്. അപ്പോൾ ഈ 4 ഏത് രൂപത്തിലാണെങ്കിലും ബലികർമ്മം ഇസ്ലാം മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ ചില പ്രത്യേക നിർദ്ദേശങ്ങൾ, കാര്യമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബലികർമ്മം അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ എന്നാണ് ഇസ്ലാമിൻ്റെ അതിലുള്ള വ്യതിരിക്തത. മറ്റു പല സമൂഹങ്ങളിലും പലതരത്തിലുള്ള ബലികളുണ്ട്. ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്നവർ, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ
പലതരത്തിലുള്ള അനാചാരങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്ന പല ചർച്ചകളും പല വാർത്തകളുണ്ട്. ചില ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനുഷ്യരെ ബലി നൽകിയത്. ഒരിക്കലും ഇസ്ലാം മനുഷ്യരെ ബലി നൽകാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മനുഷ്യബലി, നരബലി എന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നരബലി പറയുമ്പോൾ നരബലി പോയിട്ട് ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയുധമായിട്ട് നടക്കുകയാണ്. അതെ അതെ. അപ്പോൾ നിങ്ങൾ അമ്പായിട്ട് നടക്കണമെങ്കിൽ അമ്പിൻ്റെ മുന നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ച് നിൽക്കണം. നിങ്ങൾ കോടാലിയിട്ട് നടക്കണമെങ്കിൽ ആ കോടാലിൻ്റെ മൂർച്ചയുള്ള ഭാഗങ്ങൾ മറച്ച് പിടിക്കണം. കാരണം നിങ്ങൾ നടക്കുമ്പോൾ അബദ്ധത്തിൽ ഒരാൾ ശരീരത്തിന് മുറിവേൽക്കാം. അപ്പം അത്ര ശ്രദ്ധ അതിൽ ഇസ്ലാമുണ്ട്. അപ്പോൾ ഈ മനുഷ്യക്കുരുതികൾ, അതുപോലെ തന്നെ ഈ മനുഷ്യബലി, അതൊന്നും ഒരു തരത്തിലും ഇസ്ലാം അംഗീകരിക്കും. ഒരാളുടെ നേരെ ആയുധം ചൂണ്ടിയാൽ അത് പിൻവലിക്കുന്നത് വരെ മലക്കുകൾ അയാളെ ശപിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ അത്രത്തോളം നരബലി ഇസ്ലാം ഒരിക്കലും അനുവദിച്ചതല്ല. ഇനി ബലികർമ്മം തന്നെ അതൊരിക്കലും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് മാത്രമേ ബലി സമർപ്പിക്കാവൂ. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ ഈ സുന്നി സഹോദരന്മാരെ ഇടയിൽ വലിയ ഒരുപാട് നേർച്ചകൾ, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുടെ ആണ്ട് നേർച്ചകൾ, പലതരത്തിൽ പല മക്കാമുകളിലും മക്ബറകളിൽ. അപ്പോൾ അവർ ബിസ്മി ചൊല്ലിയിട്ടാണ് അറക്കുന്നത്. പക്ഷേ പ്രീതി അള്ളാഹു ഇല്ലാത്തവരുടെ പേരിൽ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്താ? അവിടെയാണ് വിശുദ്ധ ഖുർആൻ നിഷിദ്ധമാകപ്പെട്ട ഭക്ഷണങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പോലും പിന്നെ രക്തവും പിന്നെ അതുപോലെ തന്നെ പന്നിമാംസം എല്ലാം എണ്ണുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ എണ്ണുന്നത് വമാ ഉഹില്ല ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത്, അള്ളാഹു അല്ലാത്തവരുടെ പേരുച്ചരിക്കപ്പെട്ടത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി, അള്ളാഹു അല്ലാത്ത ഏത് മഹാനാണെങ്കിലും ഏത് ദേവനാണെങ്കിലും ഏത് ഔലിയാണെങ്കിലും ഈ ആണ്ട് നേർച്ചയുടെ പേരിൽ അങ്ങനെ പല നിരക്ക് നമ്മുടെ നാടുകളിൽ മുസ്ലിം സമുദായത്തിൽ പോലും ഇത്തരത്തിൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടുള്ള ബലികർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ലാന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി സമർപ്പിച്ചവൻ അവൻ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം അതിൻ്റെ ഗൗരവം നമ്മളതിൽ മനസ്സിലാക്കണം. അപ്പോൾ ബിസ്മി ചൊല്ലി അർത്ഥമൊന്നുമല്ല, അത് അള്ളാഹു അല്ലാത്തവരുടെ അടുപ്പമാണ്, നമ്മൾ സാമീപ്യമാണ് അതിലൂടെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അതിലൊരു പറയുന്നുണ്ട്, അത് അവൻ്റെ അറവ് അവൻ മുർത്തദിൻ്റെ അറവാണ്, അതിൻ്റെ വിധി അതാണെന്നുള്ള രൂപത്തിൽ അദ്ദേഹം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമ്മൾ നല്ല ഗൗരവമാണ്. കാരണം ഷിർക്കിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. അപ്പോൾ അതിൽ വലിയ നസീഹത്തോടു കൂടി തന്നെ നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഏത് നന്മയും നമ്മളെല്ലാ ദിവസവും നമസ്കാരത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് എന്ത്? ഇന്ന സ്വലാത്തി വനുസുക്കി വ മഹ്യായ ഉമ്മാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, എൻ്റെ മറ്റ് ആരാധനാകർമ്മങ്ങൾ, എൻ്റെ ജീവിതം, മരണം എല്ലാം അള്ളാഹുവിനാണ് എന്നാണ്. അവിടെ ഷിർക്ക് ഒരിക്കലും ഇത്തരം ഒരു നന്മകളുടെ മേഖലയിലും കടന്നു വരാതിരിക്കാനുള്ള ശ്രദ്ധ വിശ്വാസികൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതിൽ മറ്റൊന്നൊരു കാര്യം എന്നുള്ളത് തഖ്വയാണ്. തഖ്വ ഇതിലൊരു പ്രധാന ചർച്ചയാണല്ലോ. കാരണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. അപ്പോൾ ഈ ബലികർമ്മം എന്നുള്ളതിലൂടെ അതിൻ്റെ പിന്നെ രക്തമോ മാംസമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, കഴിക്കും, വിതരണം ചെയ്യും, ഒക്കെ ചെയ്യും. മറിച്ച് വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് എത്തുന്നതാണ്. ശരിക്ക് ആരാധനാകർമ്മങ്ങൾ വിശദീകരിക്കുമ്പോഴൊക്കെ വിശുദ്ധ ഖുർആൻ തഖ്വ സൂചിപ്പിക്കുന്നുണ്ട്. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ തഖ്വയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും ഉത്തമം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ ഹജ്ജിന് പാതയം തയ്യാറാക്കണം. അപ്പോൾ വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ പാതയം തയ്യാറാക്കുക, ഏറ്റവും നല്ല പാതയം അത് തഖ്വയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ലഅല്ലക്കും തത്തഖൂൻ. അപ്പോൾ തഖ്വ, സൂക്ഷ്മതയുള്ള ജീവിതം, അതാണ് ബലികർമ്മത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊങ്ങച്ചം, അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു തരത്തിലുള്ള നെയ്യത്തുകളും കലർപ്പുള്ള നെയ്യത്തുകളും നമ്മളെ ബാധിക്കരുത്. അത് അള്ളാഹുവിൻ്റെ ഇഖ്ലാസോട് കൂടി നിർവഹിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്നുള്ള. അപ്പോൾ ഇതിൽ ചർച്ച വരുമ്പോൾ പ്രധാനമായിട്ടും പിന്നെ നമ്മൾക്ക് ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സൽക്കർമ്മമാണ്. അത് അത്ര ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സൽക്കർമ്മമൊന്നുമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഷെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഈ ബലികർമ്മ മഹല്ലുകളൊക്കെ നിർവഹിക്കാറുള്ളത്. അത് ഇസ്ലാമിൻ്റെ അനുമതി ഉള്ളതാണ്. ഇപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഹുദൈബിയ സന്ധിയുടെ സമയത്ത് അതുപോലെ ഒരു അറവ് നടത്തുന്നു. ആടാണെങ്കിൽ ഒരാളും, ബാക്കിയുള്ള ഒട്ടകം, അതുപോലെ തന്നെ ബാക്കിയുള്ള പശു, അങ്ങനത്തെ കാര്യങ്ങൾ, മറ്റ് മൃഗങ്ങൾക്ക് കന്നുകാലികളുടെ കാര്യത്തിലാണെങ്കിൽ 7 പേർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഷെയർ കൂടാവുന്നതാണ്. അപ്പോൾ അത് തുച്ഛമായ സംഖ്യ മാത്രമേ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഉള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയുക, അതിലൊക്കെ നമ്മൾ ഉൾക്കൊള്ളാം. അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രബലമായൊരു സുന്നത്താണ്. ആടാണെങ്കിൽ ഒരാൾക്ക് എന്നുള്ള നിലക്ക്, മറ്റ് മാട്, ഒട്ടകങ്ങൾ, പശു, ആ നിലക്കെല്ലാം 7 ആളുകൾക്ക് വരെ അതിൽ ഷെയർ പങ്കാളികളാവാന്നുള്ളതാണ്. പിന്നെ റസൂൽ അതിൽ പറയുന്നൊരു സംഗതി, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഈ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ടതിൽ മൃഗങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ ന്യൂനതകൾ അത് ഉണ്ടാകരുത്. കാരണം അള്ളാഹുവിലേക്കാണ് നിങ്ങൾ സമർപ്പിക്കാൻ പോകുന്നത്, അത് തൊയ്യിബായിരിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കുകയാണ്.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നമ്മളെ നാട്ടിൽ ചർച്ച പൊതുവെ ഈ മൃഗബലി അത് ക്രൂരതയാണ് എന്നുള്ളൊരു സംഗതിയിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ചർച്ച വേണമെന്ന് ഇതിലേക്ക് ചേർക്കണമെന്ന് തോന്നാം. ഒന്നാമത്തെ കാര്യം, ഇസ്ലാം ജീവജാലങ്ങളോട് വളരെ കാരുണ്യത്തോടു കൂടി വർത്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. വിനോദത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഇസ്ലാം മാംസാഹാരം അനുവദിക്കുന്നുണ്ട്. അതേസമയം ഇസ്ലാം നിഷിദ്ധമാക്കിയ മാംസാഹാരങ്ങളുണ്ട്. അത് കാരണം അത് തൊയ്യബല്ല, അത് ഒരിക്കലും പരിശുദ്ധമല്ല എന്നുള്ളത് കൊണ്ട് ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കഴിക്കാവുന്നതാണ്. അതേസമയം ഇസ്ലാം ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കാണിക്കണം എന്ന് പറയുന്നു. ഇപ്പോൾ വിനോദത്തിന് വേണ്ടി അറബികൾ പക്ഷികൾ അമ്പയും, അത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. നിങ്ങൾ മൃഗങ്ങളെ ശപിക്കരുത്, അതിനെ പട്ടിണിക്കിടുക, അമിതമായിക്കൊണ്ട് ചുമടെടുക്കുക, അതൊക്കെ ശിക്ഷാർഹമായ കാര്യമായിട്ടൊക്കെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു നായ്ക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോയതും പൂച്ചയെ കെട്ടിയിട്ടത് കൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ പോയതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കും. അപ്പോൾ ഒരു കൊച്ചു കുരുവി റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവെക്കാൻ റസൂൽ പറയുന്നത്. അപ്പോൾ ജീവജാലങ്ങളോട് എന്താണ് ഇസ്ലാമിൻ്റെ സമീപനം, അവയെ പീഡിപ്പിക്കുന്നത്, അതിനെ രൂപത്തിൽ ചെയ്യുന്നത്, അതൊക്കെ ഇസ്ലാം വളരെ കൃത്യമായിക്കൊണ്ട് നിലപാട്. അത് ആ ആയത്തുകളും ആ ഹദീസുകളും സംഭവങ്ങളൊക്കെ തന്നെ മതി അതിൽ നിലപാട് പറയാം. പിന്നെ ഒരു പ്രകൃതി സ്നേഹം അല്ലെങ്കിൽ മൃഗങ്ങളോടുള്ള കാരുണ്യം എന്ന് പറയുമ്പോൾ ഒരു കാൽപ്പനികമായ ഒരു സംഗതിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് യോജിച്ച രൂപത്തിൽ അതിന് പിന്നെ പ്രകൃതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മൃഗങ്ങൾ പരസ്പരം ഇരകളാണ്, ഭക്ഷിക്കുന്നുണ്ട്, അതൊക്കെ ഇതിൻ്റെ സന്തുലിതാവസ്ഥയുടെ ഭാഗമാണ്. അപ്പം അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ പിന്നെ അറുക്കാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെ അറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ റസൂലിൻ്റെ ഒരു പാഠങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്ന് സൂചിപ്പിക്കുന്നത്, മൃഗങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്ന, അവയെ പീഡിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. പെട്ടെന്ന് അറവ് കഴിയണം, കത്തി മൂർച്ച കൂട്ടണം, ഒരിക്കലും അറുക്കുന്നത് മറ്റൊരു മൃഗത്തിന് മുന്നിൽ വെച്ചാകരുത്, പേടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. പിന്നെ അതിനെ പീഡിപ്പിച്ചുകൊണ്ട് അതിനെ പിന്നെ ഉപദ്രവിക്കുന്ന സാഹചര്യം, ഒരു ആള് പിന്നെ അതിൻ്റെ ചെവി പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അതിനെ വിമർശിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് ആടിനെ കാല് വലിച്ചു കൊണ്ടുവരാം. അപ്പോൾ റസൂൽ പറഞ്ഞു, എനിക്ക് നാശം, ഇനി എന്താണ് ഇനി കൊല്ലാനാണ് കൊണ്ടുപോകുന്നത്. അത് ശരിയാണ്. പക്ഷേ ഇന്നല്ലാഹ കത്തബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും അള്ളാഹു നന്മ ഇതാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കുമ്പോഴും അതതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ ശരിയായ രൂപത്തിൽ നിങ്ങൾ നൽകുക. ഒരു ബലിമൃഗത്തെ നിങ്ങൾ അറുക്കുമ്പോഴും അതിൻ്റെ ശരിയായ രൂപത്തിൽ നിങ്ങൾ അറുക്കുക. അപ്പോൾ അവിടെയാണ് കത്തിമൂർച്ച കൂട്ടിയില്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രയാസം വേറെ. പിന്നെ മൃഗത്തെ അറുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ മുറിച്ചെടുക്കുക, അതൊക്കെ വളരെ നിരോധിക്കപ്പെട്ട, റസൂല് വളരെ കർശനമായിക്കൊണ്ട് വിരോധിച്ച സംഗതികളാണ്. അപ്പോൾ ഇതുകൂടി നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു റസൂൽ പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ അതിനെ അറുക്കുന്നിടത്ത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. തക്ബീർ ചൊല്ലി അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ അറുക്കുക. അത് ഹൃദയത്തിൽ ആ തഖ്വ ഉണ്ടായിരിക്കുക. അത് പൊങ്ങച്ചമല്ല, ഒരു പ്രകടനമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. അപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ചേർക്കാൻ? അപ്പോൾ അവിടെ മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ന്യൂനത ഉള്ളതാവരുത്, നല്ല മൃഗങ്ങളായിരിക്കണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഈ ബലി കർമ്മങ്ങളുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലെ ചില ആളുകളുടെയും ചരിത്രമൊക്കെ താരതമ്യം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഏക സന്തതിയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ബലി അർപ്പിക്കാൻ പറയുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവുകയാണ്. പക്ഷേ ചില ആളുകൾ, മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലെ ചില ആളുകൾ, അവർക്ക് ഒരുപാട് കാലിസമ്പത്തുണ്ട്, പക്ഷെ ഒന്നിനെ ബലി അർപ്പിക്കാൻ പറയുമ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതെന്തും അള്ളാഹുവിന് സമർപ്പിക്കാൻ തയ്യാറാവുക അതാണ് മുസ്ലിം, അതാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഇത് കാല ലഹു റബ്ബു അസ്ലിം കാല അസ്ലം തുലി റബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി ഞാൻ മുസ്ലിമാണ് എന്നത് വാചകം കൊണ്ടല്ല ജീവിതത്തിൽ തെളിയിച്ചത്. ജീവിതത്തിൽ അത് പ്രവർത്തികൾ കൊണ്ട് എന്തും അള്ളാഹുവിന് സമർപ്പിക്കാനും അള്ളാഹുവിന് വേണ്ടി എന്തിനും ഇറങ്ങിത്തിരിക്കാനും ഞാൻ തയ്യാറാണ്. അതാണ് ആ സമർപ്പണ ബോധം നമ്മളിൽ നിറക്കാൻ ഈ ഒരു ഉദയത്ത് കൊണ്ട് സാധിക്കട്ടെ. ആ കർമ്മത്തിൻ്റെ ഒരു വലിയ വലിപ്പം നമ്മൾ മനസ്സിലാക്കുക, അതിൽ പങ്കാളികളാകുക. പിന്നെ അതിൻ്റെ വിതരണം മഹല്ലുകളൊക്കെ സജീവമായി നടക്കുന്നതാണ്, പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാനുണ്ടാകും. അത് സൂക്ഷിച്ചു വെക്കാം. അതൊക്കെ ഇസ്ലാമിൻ്റെ പാഠങ്ങളാണ്. അത് ബാക്കിയുള്ളവർക്ക് എത്തിക്കണം, അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ സജീവമായിട്ടുണ്ടാകുക. അപ്പോൾ എന്തായിരുന്നാലും ബലിപെരുന്നാളിൻ്റെ നിസ്കാരം കഴിഞ്ഞത് മുതൽ അയ്യാമത്തെ ശരിക്ക് വരെയാണ് അതിൻ്റെ സമയം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബലിപെരുന്നാൾ ആശംസകൾ കൂടി ഇതിനോടുകൂടി ചേർത്ത് വെക്കുകയാണ്. നല്ല ഉളുഹിയത്തിൻ്റെ ഭാഗമാകാനും പ്രതിഫലം നേടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.